മക്കളെന്തേ? മക്കൾക്ക് സ്കൂളിൽ പോണ്ടേ? പോണം. അതെ, മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ലൊരു ബാഗില്ല. ഇപ്പോഴാണെ പണിയുണ്ടല്ലോ. അതെ അച്ഛാ, ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് പോലും ഇല്ല. കൂട്ടുകാരൊക്കെ നല്ല ഡ്രസ്സ് ഇടുന്ന കാണുമ്പോൾ കൊതിയാവുക. മോള് വിഷമിക്കണ്ട, ഈ ആഴ്ച തന്നെ അച്ഛൻ ഡ്രസ്സും ബാഗ് മേടിച്ചു തരാം. എന്നാ രണ്ടുപേരും സ്കൂളിൽ പറഞ്ഞിരിക്കും. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയല്ലേ. അവരുടെ മുന്നിൽ വൈകുന്നേരങ്ങളിൽ കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണോ? അവരുടെ ഭാവി ഓർത്ത് ഈ ശീലം ഒന്ന് നിർത്തിക്കൂടെ? ഞാൻ പോകാൻ ഇറങ്ങട്ടെ, നീ പെട്ടെന്ന് കാപ്പിടിയാ. പോയി കുളിച്ച് റെഡിയാവും, സ്കൂളിൽ പോണ്ടേ? അച്ഛൻ എന്തിയടാ? അച്ഛൻ ഒരുങ്ങുന്നു, വിളിക്കാം. അച്ഛാ, അമ്മമാര് വന്നു. സാധാരണ നമ്മളെക്കാരുടെ മുമ്പിൽ വരുന്ന ആളാ. ഇന്ന് എന്നാ പറ്റിയോ? ഇന്നലത്തെ ക്ഷീണം കൊണ്ടാ. സാറേ, ആ കവറിഞ്ഞെടുത്ത് എനിക്ക് പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരട്ടെ. പോണേ, നേരത്തെ സ്കൂളിൽ പോണേ. അയ്യോ, ഇപ്പൊ എന്തൊരു സ്നേഹം. വൈകിട്ടത്തെ വരവാ സഹിക്കാൻ വയ്യാത്തത്. അതോ വരും. ഒന്ന് വേഗം വാടേ, എത്ര നേരമായി പോയിട്ട്. അവരൊക്കെ എന്തിയെ? അവന്മാരൊക്കെ ഇപ്പൊ വരും. നീ എവിടെ? ഒന്ന് വേഗം വാടേ. ഓ, ഇന്ന് ഞാനില്ല. എന്താ വേണ്ടേ? ഓ, ഇന്ന് വേണ്ട. അവന് വേണ്ട നിർബന്ധിക്കും. പണിയെല്ലാം കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചില്ല, പിന്നെ എന്ത് വാടേ? പോയിക്കടാ വെള്ളം. അടിക്കുന്നതൊക്കെ കൊള്ളാം. വീട്ടിൽ ചെന്ന് ചോറും കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുമ്പിള്ള എടുത്തിട്ട് ഇടിക്കാനൊന്നും പോകല്ലേ കേട്ടോ. എന്ത് ചെയ്യാനാടാ, ശീലിച്ചു പോയി. ഒന്നുകൂടെ എടുക്കട്ടെ? ഒഴിഞ്ഞു പറയാൻ വേണ്ട.
അവന് വേണ്ട ഇതാ ഇങ്ങോട്ട് ഒഴി വെള്ളം മതി മോളെ അതിലേ എന്താ അമ്മേ? ഒന്നിങ്ങി വന്നേ. ദാ വരുന്നു. ഇത് നോക്കി എഴുതുന്ന ഇപ്പൊ വരാവേ. മോനെ ഈ ഉള്ളി ഒന്ന് പൊളിച്ചതാ, അച്ഛൻ വരാറായി. എന്താ അമ്മ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെ? ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോ എല്ലാം കുടിച്ചിട്ടല്ലേ. ചോറ് വിളമ്പിയില്ലേ കണ്ണി കണ്ട എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. വല്ലാത്ത സ്വഭാവം തന്നെ. എന്ത് ചെയ്യാനാ മോനെ, ഓരോ ആണുങ്ങളുടെ സ്വഭാവം അല്ലേ അങ്ങനെ. കുടിച്ചില്ല അച്ഛൻ എന്ത് പാവ അല്ലേ അമ്മ? കൂട്ടുകാരും മോശക്കാരല്ല, പിന്നെ എങ്ങനെയാ ശരിയാകുന്നത്? എന്നാലും ഇങ്ങനെയുണ്ടോ? എന്നെങ്കിലും മാറുമായിരിക്കും. അമ്മ ഉള്ളി വിളിച്ച് ഇനി ഇതിന് ചേരണ്ടോ? മതി മോളെ, പോയി ഇരുന്ന് പഠിച്ചു. നീ ഒന്നും എഴുതിയില്ലല്ലോ, എന്താ എഴുതാനേ? അച്ഛൻ വരാൻ സമയമായി, വന്നാൽ ആകെ ബഹളമായിരിക്കും, അത് പേടിച്ചിട്ടാ. ഓ അതാണോ? കൂട്ടുകാരെന്നും എന്നെ കളിയാക്കുക, നിന്റെ അച്ഛൻ കുടിയനാന്ന് പറഞ്ഞു. സാരമില്ല, നീ ഇത് എഴുത. എന്താ കുട്ടൂസേ ഒരു പരിഭവം പഠിച്ചത്? ഞാനെല്ലാം കേട്ടു. കുട്ടൂസ് പറഞ്ഞത് ശരിയാണമ്മേ, കൂട്ടുകാരൊക്കെ എന്നെയും കളിയാക്കാറുണ്ട്. രണ്ടാളും അത് ഓർത്ത് വിഷമിക്കണ്ട, പഠിക്കും. അമ്മ കുറച്ച് കറിയപ്പല എടുത്തോണ്ട് വരട്ടെ. കറണ്ട് പോയല്ലോ മോളെ, ടോർച്ച് എവിടെ? കാണുന്നില്ലല്ലോ അമ്മേ, തീപ്പെട്ടിയും എഴുതിയും കിട്ടി. എന്നാ മോളെ അതൊന്ന് കത്തിച്ചേ. ഇന്നമ്മ മെഴുകുതിരി. മോളെ അതിരേ, എന്ത് പറ്റി? അമ്മയുടെ കാലിൽ എന്തോ കൊണ്ടു മോളെ. മുള്ളാണെന്ന് തോന്നുന്നു. ആ കണ്ടു വന്നല്ലോ. അമ്മേ എന്തോ കടിച്ചെന്ന് തോന്നല്ലോ. അമ്മേ വേദനയുണ്ടോ? അച്ഛൻ വന്നെന്ന് തോന്നുന്നു. അമ്മേ ഞാൻ ഇപ്പൊ വെള്ളം എടുത്തിട്ട് വരാം. എന്താ എന്താ പറ്റി? ഒന്നുമില്ലോട് കഴിക്കാൻ നിന്നോടാ ചോദിച്ചത്? ചോദിച്ച കേട്ടില്ലോടി? അച്ഛാ അമ്മയൊന്നും പറയരുത്, അമ്മയ്ക്ക് വയ്യ. അമ്മ എന്തോ കടിച്ച്. കടിച്ചോ? എന്ത് കടിച്ചു? എനിക്ക് വിശക്കുന്നു, പോയി ചോറത്തുണ്ടാടി. അച്ഛാ വെള്ളം വെക്കരുത്, അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആഹാ, അടവെടുക്കുന്നു. എഴുതിയേക്കണേ വേണ്ട. അയ്യോ ശരിയാണല്ലോ. മോളെ അമ്മയെ നോക്ക്, അച്ഛൻ ആരെങ്കിലും വിളിക്കുന്നു. മാധവേട്ടാ എന്താ എന്ത് പറ്റി? സർല എന്തോ കടിച്ചു, ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ആ ദേണ്ട മെമ്പർ വന്നല്ലോ. എങ്ങനെ കാര്യം?
എന്താ പറ്റി? അമ്മയ്ക്ക് എന്താ പറ്റി? കുറച്ച് മുന്നേ കറണ്ട് പോയപ്പോ അമ്മ കറിവേപ്പില വെച്ചാൻ പോയതാ. അപ്പൊ കാലിൽ എന്തോ കടിച്ചു. ആ സമയത്ത് പുറത്തിറങ്ങേണ്ട കാര്യമുണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാൻ ഇവർ അച്ഛൻ്റെ സ്വഭാവം. വന്നാൽ ഉടനെ കടിക്കാൻ കൊടുക്കണം, അല്ലെ ആകെ ബഹളം. അത് പേടിച്ചിട്ട്. അച്ഛന് ചോറെടുക്കട്ടെ? വേണ്ട മോളെ, അച്ഛനൊന്നും വേണ്ട. എൻ്റെ മക്കളിങ്ങ് വന്നേ. അച്ഛൻ്റെ നശിച്ച സ്വഭാവം കാരണമാണ് എൻ്റെ മക്കൾ കർമ്മം നഷ്ടമായത്. എനിക്കറിയില്ല മക്കളെ, അച്ഛൻ എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേന്ന്. അതൊക്കെ ഓർക്കുമ്പോൾ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനോട് ക്ഷമിക്കും മക്കൾ, അച്ഛനോട് ക്ഷമിക്കും, അച്ഛനോട് ക്ഷമിക്കും.